കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാർഗിൽ യുദ്ധത്തിൽ രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ത്യാഗം സ്മരിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി പാലക്കാട് കോട്ടമൈതാനത്തെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് വി വേലിക്കുട്ടി, പാലക്കാടൻ സൈനിക സൗഹൃദ കൂട്ടായ്മ സെക്രട്ടറി പി സദാനന്ദൻ, പാലക്കാട് BSF കൂട്ടായ്മ വെൽഫെയർ ആൻഡ് ചാരിറ്റി ട്രസ്റ്റ് ട്രഷറർ ചന്ദ്രശേഖരൻ എന്നിവർ ചേർന്നാണ് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് ആദരാഞ്ജലി അർപ്പിച്ചത്. എല്ലാവരെയും ക്ഷണിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി BSF പ്രതിനിധിയെ ക്ഷണിച്ചോളൂ. തുടർന്ന് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ സ്മരണ പുതുക്കിക്കൊണ്ട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെയും പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സ്മരണാഞ്ജലിയും നടത്തി. മുൻ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്ത് രാജ്യത്തിനുവേണ്ടി ജീവൻ സമർപ്പിച്ച സൈനികരുടെ ത്യാഗത്തെ ആദരിക്കുകയുണ്ടായി. ജില്ലാ പ്രസിഡന്റ് വി വേലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ കാർഗിൽ വിജയത്തിന്റെ ചരിത്ര പ്രാധാന്യവും ഇന്ത്യൻ സൈന്യത്തിന്റെ വീരപോരാട്ടവും അനുസ്മരിച്ചു. ഈ സൈനിക കൂട്ടായ്മ അത് സൈനികരായാലും അർദ്ധസൈനികരായാലും ജീവിതത്തിൻ്റെ നല്ല കാലമാണ് രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്തുകൊണ്ട് നിരവധി സൈനികർ നഷ്ടപ്പെടുകയും നിരവധി പേർ പരിക്കേറ്റ് രോഗശീല തളയ്ക്കപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവസാനമായി നടന്നത് 1999 ആ 99 യുദ്ധം വഞ്ചന രീതിയിൽ അയൽ രാജ്യമായ പാകിസ്ഥാൻ നുഴഞ്ഞു കയറി അവരുടെ സൈനികരും അതുപോലെ അർദ്ധസൈനിക വിഭാഗവും തീവ്രവാദികളും അടങ്ങുന്ന ഓരോ ട്രൂപ്സും രാജ്യത്തിൻ്റെ ഉടമ്പടിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയ നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഭാഗമായാണ് അതുണ്ടായത്. ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു കയറി ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ പിടിച്ചടക്കിയപ്പോൾ ആ പിടിച്ചടക്കിയ സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് നടത്തിയ യുദ്ധമാണ് കാർഗിൽ യുദ്ധം. 527 സൈനികർ നഷ്ടപ്പെട്ട് രാജ്യം ആ സ്ഥലം തിരിച്ചു പിടിക്കുകയും അതിൻ്റെ വിജയം കൊണ്ടാടുകയും ചെയ്തു. ജില്ലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ശക്തി സ്ഥലം, ഒരു അമർ ജവാൻ ജ്യോതി സ്ഥലം ഉണ്ടാക്കിയ ആ ജില്ലാ ഭരണകൂടത്തിന് നന്ദി. അത് ഈ 527 ബലിദാനികളെ, വീരമൃത്യു വരിച്ച വീരസൈനികരെ അനുസ്മരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സംഘടനകളുടെ ഭാരവാഹികളോടും അംഗങ്ങളോടും കുട്ടികളോടും പാലക്കാടൻ BSF കൂട്ടായ്മയുടെ പേരിലും അതിൻ്റെ എല്ലാ അംഗങ്ങളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. രാജ്യസുരക്ഷയ്ക്കായി ജീവൻ പോലും പണയം വെച്ച സൈനികരുടെ സേവനവും ത്യാഗവും പുതുതലമുറയ്ക്ക് മാതൃകയാണെന്നും അവരുടെ സ്മരണ നിലനിർത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ, ജില്ലാ ട്രഷറർ K വേലു, സംസ്ഥാന GC അംഗം GK നായർ, രവീന്ദ്രൻ, കാർഗിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത P മുകുന്ദൻ, PK ശിവദാസൻ, മഹിളാ വിംഗ് ജോയിന്റ് സെക്രട്ടറി ലത സുരേഷ്, A രമണി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.